സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി കെ രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ, AICC ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആകെ അമളി പറ്റി വന്ദേമാതരം ആകെ പാടുന്നത് മൊത്തത്തിൽ കേട്ടു നിൽക്കേണ്ടി വന്നു. സാർ, ഇത് BJP സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കെതിരെയും രാഹുൽ ഗാന്ധിക്കും എതിരെയും കേസെടുക്കാൻ സാധ്യതയുണ്ടോ? വന്ദേമാതരത്തിനെ അവഹേളിച്ചു എന്നുള്ള രീതിയിൽ. ഈ BJPയുടെ പ്രമുഖരെ, പ്രത്യേകിച്ച് അമിത്ഷായുടെ ഭാഗത്തു നിന്നാണ് അത്തരം ചില സൂചനകൾ വന്നത്. ഈ വന്ദേ മാതരം നിയമപരമായിട്ട് നമ്മുടെ ദേശീയ ഗാനത്തോടൊപ്പം തന്നെ ജനഗണമനയ്ക്കൊപ്പമുള്ള സ്റ്റാറ്റസ് അതിന് കൊടുത്തിരിക്കുകയാണ്. നിയമപരിരക്ഷ വന്നിട്ടുണ്ട്. അതായത് ഇതിനെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ ഇത് ചൊല്ലാതിരിക്കുകയോ ചൊല്ലാതിരിക്കുന്നതിനകത്ത് പ്രശ്നമില്ല. തടസ്സപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായിട്ട് അത് മാറിയിരിക്കുകയാണ്. ദേശീയഗാനത്തിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് വന്ദേ മാതരത്തിന്റെ കാര്യത്തിലും അത് തന്നെ ഈ പ്രാർത്ഥനാഗീതത്തിന്റെ കാര്യത്തിലും അങ്ങനെ ഇത് ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കി. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അതെല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമാണ് നിയമത്തിന്. പക്ഷേ ഇവിടെ ചില വ്യവസ്ഥകൾ അവർ വെച്ചിരുന്നു. അവരത് മാൻഡേറ്ററി, നിർബന്ധിക്കുന്നില്ല ആരെയും. പക്ഷേ പ്രസിഡന്റ്, ഗവർണർമാര് തുടങ്ങിയവരൊക്കെ സംബന്ധിക്കുന്നതും ചില പ്രത്യേക ഒക്കേഷൻസിൽ, പ്രത്യേക സന്ദർഭങ്ങളിൽ നടക്കുന്ന പരിപാടിയിലും വന്ദേ മാതരം ആലപിക്കുന്ന സമയത്ത് അതിന്റെ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം. വന്ദേ മാതരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയ്യപ്പദാസൻ അറിയാവുന്ന പോലെ 1870 ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹമാണ് ഇത് എഴുതിയത്. ബംഗാളിയിലെ എഴുത്തുകാരനായി അദ്ദേഹമാണ് ഇത് എഴുതിയിരുന്നത്. ഇതിന് 6 ഖണ്ഡികകളാണ് ഉള്ളത്. 4 വരി വീതം 6 ഖണ്ഡികകളാണ് 6 സ്റ്റാൻസയാണ് അതിനുള്ളത്. ഇത് കോൺഗ്രസിന്റെ അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഗീതവുമായിരുന്നു. ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിന്റെയൊക്കെ മഹാത്മാജി അടക്കമുള്ളവര് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആളുകളെ പ്രചോദിപ്പിച്ച വലിയ ഗീതമായിരുന്നു ഇത്. ബംഗാളിൽ നിന്ന് എഴുതിയത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇതിന്റെ. അദ്ദേഹം നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അദ്ദേഹമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിട്ടിരുന്നത്. കോൺഗ്രസ് ഇത് കൊണ്ട് നടന്നിരുന്നു. 1937 വരെ കൊണ്ട് നടന്നിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന് ഇത് വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ, അന്ന് ബ്രിട്ടനാണല്ലോ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 10 വർഷം മുമ്പ് 1937 നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അന്ന് ലീഗിന്റെ പ്രതിനിധികൾ, മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് ഇതിനെതിരെ വരുന്നത്. അവര് പറഞ്ഞത് ഇതിന്റെ 2 ഖണ്ഡിക കഴിഞ്ഞാൽ പിന്നീട് ഹൈന്ദവ ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന വരികളാണുള്ളത്. ദുർഗയെയും സരസ്വതിയെയും ഒക്കെ പ്രകീർത്തിക്കുന്നു. അവരുടെ പേര് പറഞ്ഞിട്ട് അതിനെ പ്രകീർത്തിക്കുന്ന വരികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് പറയുന്നത്. അവിടെ മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതുവരെ ഈ 6 സ്റ്റാൻസും ചൊല്ലിക്കൊണ്ടിരുന്നു, ഖണ്ഡങ്ങളും ചൊല്ലിക്കൊണ്ടാണ് ഇത് നടന്നിരുന്നത്. അപ്പോഴാണ് നെഹ്റു അവിടെ ഇടപെടുന്നു. കാരണം സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് അടുത്ത് വരികയാണ്. അപ്പൊ ആ സമയത്ത് നെഹ്റു ഇടപെട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ അവർക്ക് ഒരു വിരോധം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ 2 ഖണ്ഡികൾ മാത്രം ചൊല്ലിയാൽ മതി, ബാക്കി 4 എണ്ണം വിട്ടുകളയാം. അതായത് ദുർഗയും സരസ്വതിയൊക്കെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങൾ വിട്ടുകളയാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് പിന്നീട് അത് 2 ഖണ്ഡികളായിട്ട് ചുരുക്കിയത്. പിന്നെ നമ്മൾ കേട്ട് പരിശീലിച്ചത് അങ്ങനെയാണ്. 37 ശേഷം നമ്മൾ കേട്ട് ശീലിച്ചതും അങ്ങനെ തന്നെയാണ്. 2 ഖണ്ഡികളെ ചൊല്ലാറുണ്ടായിരുന്നു. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കടന്നുപോയി. 1930 ശേഷം എത്രയോ വർഷങ്ങൾ കടന്നുപോയി.
1870 എഴുതിയ ഗാനം 1937 വരെ 6 ഖണ്ഡിക മുഴുവനും ചൊല്ലിയിരുന്നു. 37 ശേഷം 2 ഖണ്ഡികയിലായിട്ട് ചുരുങ്ങി. അത് മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം. അവസാനം ഇന്ത്യ രണ്ടായിട്ട് മാറി. ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു, വെട്ടിമുറിക്കപ്പെടുന്നു. 47 പാകിസ്ഥാന് ഒരു തുണ്ടവുമുണ്ട്. മുസ്ലിം സമുദായം, മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ സമുദായമായിട്ട് പിന്നെ ബ്രിട്ടീഷുകാർ, അത് അവരുടെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. നമ്മളെ ജീവിതകാലം മുഴുവന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ആളുകളും അനുഭവിക്കണമെന്ന് കരുതിയിട്ട് മനഃപൂർവ്വം ചെയ്തൊരു പണിയായിരുന്നല്ലോ അത്. അല്ലാതെ വേറെ എന്താ ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത്? അന്ന് തൊട്ട് നമ്മുടെ ശത്രുക്കളായിട്ട് പാകിസ്ഥാൻ മാറുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവരുടെ തന്ത്രമായിരുന്നു അത്. ഒരിക്കലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സമാധാനം ഉണ്ടാകാതിരിക്കാൻ അവന്മാർ ചെയ്തൊരു പണിയുടെ ഒരു ഭാഗം തന്നെയായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഇത് ചൊല്ലുന്നില്ലായിരുന്നു. പക്ഷേ അതിന്റെ 150-ാം വാർഷികം ഇപ്പോൾ വരികയാണ്. 150-ാം വാർഷികം വരുന്ന സമയത്ത് ഇത് ബംഗാളി സാഹിത്യത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബംഗാളിന് നമ്മൾ തമിഴ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക കൾച്ചറുള്ള ഇതാണ് തന്നെ. അതിനൊരു പ്രത്യേകിച്ച് ഒരു സത്വം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു പ്രത്യേക കൾച്ചർ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഹൈന്ദവ ദൈവങ്ങളെയും ബിംബങ്ങളും കൽപ്പനകളും ഒക്കെ അതിനകത്ത് വരുന്നതിന്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നതായതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, പിന്നെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം 150-ാം വാർഷികം വരുന്നത് കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാം, ഇത് പുനരുജ്ജീവിപ്പിക്കാം. കാരണം വീണ്ടും 6 സ്റ്റാൻസ് തന്നെ ചൊല്ലണം എന്നുള്ള ഒരു ആലോചന കേന്ദ്ര ഗവൺമെന്റിനോട് BJP ഗവൺമെന്റ് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും അത്തരം ചില ആലോചനകൾ വന്നതാണ്. കാരണം അതോടെ 15 വർഷമായിട്ട് മമതയുടെ ഏകാധിപത്യ ഭരണത്തിൽ കിടന്ന ഒരു സംസ്ഥാനം അവർ തിരിച്ചു പിടിക്കുകയാണ്. ഇപ്പൊ ബംഗാളിന്റെ മുദ്ര, ബംഗാളിന്റെ ഓരോ പ്രസംഗങ്ങൾ, അവിടെ വന്ന് പ്രസംഗിച്ച ഓരോ നേതാക്കന്മാരെ തന്നെ നോക്കുക. തെരഞ്ഞെടുപ്പ് ഘട്ടത്തില് എല്ലാം ബംഗാളി ഭാഷയെ പരിചയമുള്ള BJP നേതാക്കന്മാരെയാണ് അവർ ഉപയോഗിച്ചത്. അപ്പൊ അത് ആ നാടിന്റെ ഒരു പൈതൃകം വീണ്ടെടുക്കുക, അതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് നിയമത്തിന്റെ പരിരക്ഷ കൊണ്ടുവരുന്നത്. വന്ദേ ഭാരത് നിയമപരീക്ഷ കൊണ്ടുവരുന്നതും 6 ഖണ്ഡികകളും പാടണമെന്നുള്ള നിയമം കൊണ്ടുവരുന്നത്. അങ്ങനെ പാർലമെന്റ് അത് ബില്ല് പാസ്സാക്കിയെടുത്ത സമയത്താണ് ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പൊ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അതാണ് അയ്യപ്പദാസ് അവസാനം ചോദിച്ച ചോദ്യം. അതാണ് ഇത് അമിത്ഷാ തന്നെ പറഞ്ഞിരുന്നു. അമിത്ഷാ പാർലമെന്റിൽ അദ്ദേഹത്തിനെതിരെ വലിയ സംസാരമൊക്കെ വന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ് എല്ലാവരെ കൊണ്ടും പാടിച്ചിരിക്കും. പാർലമെന്റ് അംഗങ്ങളെ കൊണ്ട് പാടിച്ചില്ലേ? പാർലമെന്റിന്റെ സമാപന ദിവസം, ഏറ്റവും സമാപന ദിവസത്തെ ചടങ്ങ് എന്തായിരുന്നു? എല്ലാ മെമ്പർമാരും അല്ലേ, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്നു അല്ലേ? ചൊല്ലാൻ അറിയാവുന്നവർക്ക് ഉച്ചരിക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ നമുക്ക് ചൊല്ലാൻ പറ്റത്തുള്ളൂ, ഇല്ലാത്തവർ എഴുന്നേറ്റ് നിന്നതിന് ബഹുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ മറ്റേ ഒരു വലിയ സാധ്യത അവിടെ തുറന്നു വന്നത്. ആ സമയത്ത് വന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും പാഠന പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. പ്രോട്ടോകോൾ അനുസരിച്ച് പാടണമെന്നുണ്ടായിരുന്നു. പക്ഷെ കേരളം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഇത് ചൊല്ലത്തില്ല, ഞങ്ങള് 2 വരി 2 സ്റ്റാൻസേ ചൊല്ലത്തുള്ളൂ, എന്റെ ചൊല്ലത്തില്ല എന്നുള്ള ഒരു നിലപാട് നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു അങ്ങനെ വരുമെന്നുള്ളത്. പക്ഷേ എന്താണ് അവസാനം സംഭവിച്ചത്? കോൺഗ്രസ് ആസ്ഥാനത്ത് സംഭവിച്ചു. കോൺഗ്രസിന്റെ, അതായത് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇരിക്കുന്ന ആസ്ഥാനത്ത്, കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ഇരിക്കുന്ന ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടില്ലേ? അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാല് അവിടെ രാഹുൽ ഗാന്ധിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, സോണിയാഗാന്ധിയുണ്ട്, മല്ലികാർജുൻ ഖാർഗെയുണ്ട്. ഇവരെല്ലാം അവിടെ നിരന്ന് ചൊല്ലുകയാണ്. ചൊല്ലുന്ന സമയത്ത് സേവാദൾ ആണ് പരിപാടി സംഘടിപ്പിച്ചെന്ന് പറയുന്നു. ആദ്യത്തെ 2 സ്റ്റാൻസ് കഴിഞ്ഞിട്ട് ബാക്കി ഫുൾ അങ്ങ് ചൊല്ലുകയാണ്. മൂന്നാമത്തെ കണ്ണിയിലേക്ക് കടന്നപ്പോൾ തന്നെ സോണിയാഗാന്ധി അസ്വസ്ഥയാകുന്നുണ്ട്. അവരെന്നിട്ട് കൈകൊണ്ട് ചില കൈക്രികളൊക്കെ കാണിക്കുന്നുണ്ട്, സ്റ്റോപ്പ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനകത്ത് മല്ലികാർജുൻ ഖാർഗെ അസ്വസ്ഥനാകുന്നുണ്ട്. പിന്നീടാണ് രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ട് ഇത് കുറച്ച് സമയം നിന്നു അല്ലെ, ഒന്ന് തടസ്സപ്പെട്ടു. അതിന്റെ ആലാപനം തടസ്സപ്പെട്ടു. സ്റ്റോപ്പ് എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ ചർച്ചകളിലൊക്കെ ചാനലുകളിലൊക്കെ കേൾക്കുന്നുണ്ട്, പല വീഡിയോയിലും അത് വരുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമാക്കി. കാരണം അതിനകത്ത് ബുദ്ധിയുള്ള ആരോ അതിനകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അജയ് മാക്കനാണെന്ന് തോന്നുന്നു. അജയ് മാക്കൻ പഴയ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇപ്പൊ AICC ട്രഷററാണ്. അദ്ദേഹം ഒരു സൈഡിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ ഇങ്ങനെ തടസ്സപ്പെടുത്തുകയും കയ്യും കാലും ഒക്കെ കാണിക്കുമ്പോഴൊക്കെ അജയ് മാക്കൻ നിശബ്ദനായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, കാരണം ഇത് അപകടമാണ്. അദ്ദേഹം പഴയ ആഭ്യന്തര സഹമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി, കാരണം ഇത് തടസ്സപ്പെടുത്തിയ നിയമം മാറും. ഇപ്പൊ അതാണ് സംഭവിക്കാൻ പോകുന്നതാണ് കേൾക്കുന്നത്.
വന്ദേ ഏതായാലും മാതരത്തെ തടസ്സപ്പെടുത്തി ഏതായാലും സാർ ഇതിപ്പോ മിക്കവാറും കേസാകാൻ സാധ്യതയുണ്ടല്ലേ? കേസാക്കും. കാര്യം BJP അതിന് സാധ്യതയുണ്ട് ആ സാധ്യതയുണ്ട്. ഇത് സോണിയാഗാന്ധി കാരണം ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞ ദേശീയ ഗാനം ചൊല്ലുന്ന സമയത്ത് അതിനെ അപമാനിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. പണ്ട് യഹോവ സാക്ഷികളുടെ കേസിലൊക്കെ എന്താണ് സംഭവിച്ചത്? കുട്ടികൾ എഴുന്നേറ്റ് നിന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് എക്സ്ക്യൂസ് കൊടുത്തത്. അത് കുട്ടികളായതുകൊണ്ട് ചൊല്ലണം നിർബന്ധമല്ല. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല, തടസ്സപ്പെടുത്തരുത്, ചൊല്ലുന്നത് തടസ്സപ്പെടുത്തരുത്. ഇവിടെ അതാണ് സ്റ്റോപ്പ് എന്നുള്ള വാക്ക് കൈകൊണ്ട് അവർ കാണിക്കുന്നുണ്ടായിരുന്നു സോണിയാഗാന്ധി. അതിന് പിന്നെ ജയറാം രമേശ് എന്ന് പറഞ്ഞ ACC വക്താവ് പറഞ്ഞത് വേറൊരു തരത്തിലാണ്, കസേര കൊണ്ടുവരാനാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. കൈകൊണ്ട് സ്റ്റോപ്പ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കസേര കൊണ്ടുവരികയാണ് എന്നുള്ളൊരു മട്ടിലാണ് അത് ചിലപ്പോൾ അവര് പറഞ്ഞില്ലേ? അതെ, അല്ല സാർ, അവര് നിയമവഴിയിൽ ചിലപ്പോൾ അതെടുത്ത് അങ്ങ് ഉപയോഗിക്കും. കസേര കൊണ്ടുവരാനാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞതല്ല എന്ന് നിയമവഴിയിൽ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, കോൺഗ്രസിന് രക്ഷപ്പെടാൻ വേണ്ടി. അതെങ്ങനെയാണ് അയ്യപ്പദാസ് സ്റ്റോപ്പ് എന്നുള്ള വാക്കെന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ കസേര കൊണ്ടുവരികയാണ്? അത് അല്ല, ഏത് ഭാഷയിലുള്ള വാക്കാണ്? അത് രക്ഷപ്പെടാൻ പറഞ്ഞുകൂടായികയില്ല. കോൺഗ്രസ് ആണ് പാർട്ടി. അതൊരു ലോജിക്ക് വേണ്ടേ അയ്യപ്പദാസെ പറയുന്നത്? പക്ഷെ കസേരയെ വേണ്ടിട്ട് വന്നത് നമ്മൾ കാണുന്ന ഒരു പോഡിയമാണ് പ്രസംഗിക്കാൻ, അല്ലെ? അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മല്ലികാർജുൻ ഖാർഗെക്ക് ഒരു പോഡിയം വരുന്നുണ്ട്, അദ്ദേഹത്തിന് പ്രസംഗിക്കുന്നതിനായിട്ട് ഒരു പ്രസംഗപീഠം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതെങ്കിലും കസേര കൊണ്ടുവരിക, സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കൈ മുന്നോട്ടും അല്ലെങ്കിൽ ഖാർഗെ ഇടത്തോട്ടും കാണിക്കുമ്പോഴാണോ അത് അങ്ങനെയാണോ കസേരയ്ക്കുള്ള സിമ്പൽ എന്ന് പറയുന്നത്? ഇതൊക്കെ പോട്ടെ അയ്യപ്പദാസ, ഇത് കർണാടകത്തിൽ ചൊല്ലി കോൺഗ്രസ് ഭരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെയുടെ സ്വന്തം സംസ്ഥാനം, അദ്ദേഹം ACC-യുടെ അധ്യക്ഷനാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനം, അദ്ദേഹം നേതാവായിട്ടിരുന്നതും മന്ത്രിയായിട്ടിരുന്നതും ഒക്കെ അയാളുടെ സംസ്ഥാനത്ത് DK ശിവകുമാർ ഇത് മുഴുവൻ ചൊല്ലി. ഒരു തടസ്സവും ഉണ്ടായില്ല. അവരാരും സ്റ്റോപ്പ് കാണിച്ചില്ല, കസേര കൊണ്ടുവരാൻ പറഞ്ഞില്ല, കൈക്കറിയൊന്നും ആരും കാണിച്ചില്ലല്ലോ. ഒന്നാലോചിച്ച് നോക്കി. അതേപോലെ തൊട്ടടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് തെലങ്കാന. രേവന്ത് റെഡ്ഡി ചൊല്ലിയില്ലേ? അവിടെയും ചൊല്ലി, പരിപൂർണമായിട്ട് ചൊല്ലി. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ ഹിമാചലിൽ അത് ചൊല്ലിയല്ലോ. വേണ്ട, അവർ കൂട്ടുകക്ഷിയായിട്ടുള്ള ജാർഖണ്ഡിൽ അത് ചൊല്ലി. അപ്പൊ ഈ സംസ്ഥാനങ്ങളിൽ ഒന്നും പ്രശ്നമില്ല. പിന്നെ ആകെ കൂടെ കേരളത്തിലാണ് വലിയ മതേതരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം, അല്ലെ? മതേതരത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ മാത്രമാണ് വന്ദേ മാതരം ഇന്നലെ ചൊല്ലാതിരുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതേതരത്തിന് വലിയ ഇടിവുണ്ടാകും, വലിയ ദോഷം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് UDF-ന്റെ നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് ചൊല്ലിയില്ല. നമ്മുടെ ഇന്നലത്തെ ആ ഒരു ചടങ്ങിലും ഇത് ചൊല്ലിയില്ല. ഔദ്യോഗിക ചടങ്ങുകൾക്കൊന്നും വന്ദേ മാതരം ചൊല്ലിയില്ല. അപ്പൊ അതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിയമപ്രശ്നമുണ്ട് ഇതിനകത്തിൽ, നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. വേണമെങ്കിൽ ഇന്നിപ്പോ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒക്കെ വാക്കുകളിൽ നിന്ന് അതാണ് വരുന്നത്. ഇന്നലെ ചില BJP-യുടെ ദേശീയ നേതാക്കളും ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള സൂചനകൾ കൊടുത്തിരുന്നു. ഇത് മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല, പക്ഷെ തടസ്സപ്പെടുത്തരുത്. നിങ്ങൾക്ക് ചൊല്ലാൻ ഇഷ്ടമില്ലെങ്കിൽ ചൊല്ലാതിരിക്കാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കരുത്. 2 സ്റ്റാൻസ മാത്രമായിട്ട് ഉപയോഗിക്കുകയോ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കേസുണ്ടാകും. അത് 3 വർഷം വരെ തടവ് കിട്ടാവുന്നതുമാണ്. ഇവരൊക്കെ നിയമപരമായിട്ടെല്ലാം അറിവുള്ള ആളുകളാണ്, അല്ലേ? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, സോണിയാഗാന്ധി എത്രയോ വർഷം ഇതായിട്ടിരുന്ന ആളാണ്, മല്ലികാർജുൻ ഖാർഗെ. അപ്പോ നമുക്ക് ഇതിന്റെ ഒരു ചുരുക്കെഴുത്തുന്ന രീതിയിൽ കോൺഗ്രസിന് ശരിക്കും ഒരു അമളി പറ്റിയതാണ്, അല്ലേ ഈ സംഗതി? അത് കേട്ടെങ്കിൽ കേട്ടുപോകട്ടായിരുന്നു, വെറുതെ ഇടപെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തുടക്കത്തിലെ ഈ സംഘഗാനം പാടുന്നവരോട് പറയാമായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോഴും ഈ രാഹുൽ ഗാന്ധിയുടെ അതേ പക്വതയില്ലായ്മ തന്നെയാണോ ഇത്രയും പ്രായമുള്ള മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു നേതാവും സോണിയാഗാന്ധി എന്ന് പറയുന്ന അവരുടെ മറ്റൊരു നേതാവും വേറെ ഒരു കൂട്ടം നേതാക്കൾ? അപ്പോൾ ഒരു പക്വതയില്ലായ്മയല്ലേ ഇതിൽ നമ്മൾ കാണുന്നത്? ഒരു കാര്യം, ഒരു സംഘാടനം, ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണോ? ആ ഒരു പക്വതയില്ലായ്മയല്ലേ? ഞാൻ സമയക്കുറവ് മൂലമാണ് ഞാൻ ഇടപെടുന്നത്, ഇതൊന്ന് ചുരുക്കി പറയാമോ? അയ്യപ്പദാസൻ, നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പം അതെങ്ങനെ വേണം തീരുമാനിക്കുന്ന ആരാണ്? അയ്യപ്പദാസിന്റെ വീടാണ് കുടുംബനാഥനാണ്, അല്ലേ? ചുമതലപ്പെട്ട ആളുകളാണ് നിശ്ചയിക്കുന്നത്, ഇന്ന രീതിയിൽ നടന്നാൽ മതി നിശ്ചയിക്കുന്നത്. ഇത് AICC-യുടെ ആസ്ഥാനമാണ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ ദേശീയ അധ്യക്ഷൻ അവിടെ ഇരിക്കുന്ന സ്ഥലമാണ്. കോൺഗ്രസിന്റെ പ്രമുഖരായ പ്രതിപക്ഷ നേതാവും സോണിയാഗാന്ധി വരുന്ന സ്ഥലമാണ്. അവരുടെ പരിപാടിക്ക് ഒരു പ്രോട്ടോകോൾ നിശ്ചയിക്കുമ്പോൾ അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലും, അല്ലെങ്കിൽ അത് അറിയാൻ വയ്യാഴിയ, അതിന് അറിവില്ലാഴിയെന്നാണോ പറയേണ്ടത്? അതോ ആരൊക്കെയാണോ ഈ പരിപാടികൾ തീരുമാനിക്കുന്നത്?
ഇപ്പൊ സേവാദളുകാരുടെ തലയ്ക്കാണ് അത് വന്ന് വീണിരിക്കുന്നത്. സേവാദളുകാരാണ് സംഘടിപ്പിച്ചത്. അപ്പൊ അവർക്ക് വിവരമില്ലേ? എത്രയോ നാളുകളായിട്ട് ഈ ബില്ല് പാസ്സാക്കിയ ശേഷം, നിയമം വന്ന ശേഷം അവരിതൊന്നും അറിഞ്ഞില്ലേ? AICC ആസ്ഥാനത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ അതിനകത്തില് ഇങ്ങനെ ഈ രീതിയിൽ വേണം, അതിന്റെ പ്രോട്ടോകോൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. വലിയ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ പറയുന്ന സമയത്ത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇതിനെയൊക്കെ വെറും ലാഘവ ബുദ്ധിയോടുകൂടി ആരൊക്കെയോ കണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് തന്നെയാണ്. അതെ, സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഇതിനെ ഒരു ലാഘവ ബുദ്ധിയോടെ ഈ പരിപാടിയെ കണ്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഉണ്ടായത് എന്ന് തന്നെയാണ് ഒരു സാധാരണക്കാരനെന്ന രീതിയിൽ സാധാരണക്കാരായ ആർക്കും തോന്നുന്നത്. കാര്യം അത്ര കണ്ട് പ്രാധാന്യം, അതായത് നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അത് ആ ആഘോഷത്തിന് എത്ര പ്രാധാന്യം അവർ നൽകി, അതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചതെന്ന് തന്നെ നമുക്ക് ആർക്കും, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തോന്നും. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 1937 ശേഷം ആദ്യമായിട്ട് നമ്മുടെ ചെങ്കോട്ടയിലെ വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലുകയായിരുന്നു, അല്ലെ? 80 വർഷത്തിന് ശേഷം. അത് 37 ഇതിനെ രണ്ടായിട്ട് ആർക്കെങ്കിലും ചുരുക്കാമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് പിന്നെ BJP സർക്കാരിന് കൊണ്ടുപോകുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അവിടെ എന്തോ ഇവരെന്ത് തടസ്സമായി പറയുന്നത്? 870 മുതൽ 37 വരെ, 937 വരെ 6 കണ്ണികളും ചൊല്ലാം. പിന്നീട് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് അത് രണ്ടാക്കി ചുരുക്കുന്നു. അതിനെ ഒന്ന് റിവൈവ് ചെയ്യാം, അതിനുള്ള അധികാരം BJP സർക്കാരിനില്ലേ? അതിനെ ഒറിജിനൽ രൂപത്തിൽ തന്നെ കേൾപ്പിക്കണമെന്ന് അവർക്ക് തോന്നുന്നു. അത് ചെയ്യാമല്ലോ. അത് ഏതായാലും സാർ സാറ് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് ലാഘവ ബുദ്ധി കൊണ്ടുണ്ടായത് തന്നെയാണ്, അല്ലെ? സമയക്കുറവാണ് വിഷയം. മണ്ടത്തരം. ഈ അധികാരികൾ ആരും AICC ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആരാ തീരുമാനിക്കുന്നത്? കോൺഗ്രസ് നേതാക്കന്മാരല്ലേ തീരുമാനം? അതിനകത്തിനും BJP-ക്കാര് ചാരന്മാര് കയറിയിട്ടുണ്ടോ എന്നോ ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ട്രോളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എടാ, AICC ഓഫീസിലും BJP-യുടെ ചാരന്മാരാണോ എന്നാണ് ചോദിക്കുന്നത്. അവിടുത്തെ ദേശീയ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ പങ്കെടുക്കുന്നിടത്ത് BJP-യുടെ നയമാണോ നടപ്പാകുന്നതെന്നാണ് ചോദിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, എന്തായാലും സാർ നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് വീണ്ടും തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി. താങ്ക് യു സാർ.